സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, നിത്യജീവിതത്തിൽ മുടങ്ങാതെ ശ്രദ്ധാപൂർവം നമ്മളെല്ലാവരും നിർവഹിക്കേണ്ടുന്ന അദ്കാറുകൾ, അദ്ഇയ്യത്ത് അഥവാ ദിക്റുകളും ദുആകളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ, ദിക്റുകളിൽ അവിടുന്ന് മൊഴിഞ്ഞ പതിവാക്കിയ മറ്റൊരു ദിക്റാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. മഹാനായ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്ന മറ്റൊരു പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഅല്ലിമു അസ്ഹാബഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഅല്ലിമു അസ്ഹാബഹു, അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കാറ് പതിവുണ്ടായിരുന്നു. യഖൂലു, ഇങ്ങനെ പറയാൻ. എന്താണ് പറയാൻ? അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? ഇദാ അസ്ബഹ അഹദുക്കും, റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇദാ അസ്ബഹ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ പ്രഭാതത്തിലായി കഴിഞ്ഞാൽ ഫൽയഖുൽ, ഇങ്ങനെ പറയട്ടെ. എങ്ങനെ? ഇനിയാണ് ദിക്ർ വരുന്നത്. അല്ലാഹുമ്മ ബിക അസ്ബഹ്നാ വബിക അംസൈനാ വബിക നഹ്യാ വബിക നമൂതു വഇലൈകൻ നുശൂർ. നിങ്ങളിൽ ഒരാൾ പ്രഭാതത്തിലായാൽ ഇപ്രകാരം പറയട്ടെ: അല്ലാഹുമ്മ, അല്ലാഹുവേ, ബിക അസ്ബഹ്നാ, നിന്നെക്കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. നീ തന്ന പ്രത്യേകമായ കഴിവുകൊണ്ടാണ്, റഹ്മാനായ റബ്ബ് നൽകിയ നിഅമത്ത്, റബ്ബ് നമുക്ക് നൽകിയ സഹായം, അവൻ നമ്മെ ഉണരുവാൻ അനുവദിച്ചത്, അവൻ നമുക്ക് തൗഫീഖ് നൽകിയത്, അവൻ നമുക്ക് ആയുസ് നൽകിയത്, ഇതുകൊണ്ടൊക്കെ നമ്മൾ പ്രഭാതത്തിലെത്തിയത്. അതാണ് ആ പറയുന്നത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബിക, ബിക, നീ മുഖേന അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് അസ്ബഹ്ന, ഞങ്ങൾ പ്രഭാതത്തിലെത്തി എന്ന് പറഞ്ഞാൽ നിന്റെ നിഅമത്തും നിന്റെ സഹായവും നിന്റെ പ്രത്യേകമായ കാരുണ്യവും മുഖേന ഞങ്ങളിതാ ഇപ്പോൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. തീർന്നില്ല. വബിക അംസൈന, ദാ നിന്റെ കാരണത്താൽ, നിന്റെ സഹായത്താൽ തന്നെ ഞങ്ങൾ വൈകുന്നേരത്തിലും എത്തുന്നു. ഞങ്ങൾ പ്രഭാതത്തിലെത്തുന്നതും വൈകുന്നേരത്തിലെത്തുന്നതും ഒക്കെ റബ്ബേ നിന്റെ പ്രത്യേകമായ തൗഫീഖ് കൊണ്ടാണ്. തീർന്നില്ല. വബിക നഹ്യാ, നീ മുഖേനയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അഥവാ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും, ഞങ്ങളുടെ ഓരോ ചലനങ്ങളിലും, ഞങ്ങളുടെ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളിലും, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം നിമിഷങ്ങളുണ്ടോ അവയെല്ലാം, ഞങ്ങളുടെ ജീവിതം മുഴുവനും റബ്ബേ നിന്റെ പ്രത്യേകമായ തൗഫീഖ് കൊണ്ടാണ് ഒക്കെ നടക്കുന്നത്. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തെ കണ്ണാനും നീ ഞങ്ങളെ കൈവടിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? റബ്ബേ, എല്ലാം നീയാ തരുന്നത്. വബിക നഹ്യാ, വബിക നഹ്യാ, നീ മുഖേനയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അഥവാ നീയാണ് ഞങ്ങൾക്കതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിത്തരുന്നത്. റഹ്മാനായ റബ്ബിലേക്ക് നമ്മൾ സർവവും സമർപ്പിക്കുന്ന അങ്ങേയറ്റത്തെ നമ്മുടെ തവക്കുലിൻ്റെ, തൗഹീദിൻ്റെ പ്രഖ്യാപനമാണത്. എത്ര അർത്ഥവത്തായ ആശയങ്ങളാണ് പ്രിയമുള്ളവരെ. ഇതൊക്കെ ഓർത്ത് പറയുന്നവർ സമൂഹത്തിൽ എത്ര പേരുണ്ടാകും? നമ്മൾ ആ രൂപത്തിൽ ഓർത്ത് പറയണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. വബിക നഹ്യാ, തീർന്നില്ല. വബിക നമൂത്, വബിക, നിന്നെക്കൊണ്ട് തന്നെ, അഥവാ നീ മുഖേന തന്നെയാണ് നമൂത്തു, ഞങ്ങൾ മരണപ്പെടുന്നതും. ജീവിതം കഴിഞ്ഞ് മരിക്കുന്നത് റഹ്മാനായ റബ്ബിൻ്റെ തീരുമാനമാണ്. നമുക്കതിൽ ഇടപെടാൻ പറ്റുമോ? എവിടെ വെച്ച് മരിക്കണം, എങ്ങനെ മരിക്കണം, ഏത് സ്ഥിതിയിൽ മരിക്കണം, നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല. ഒക്കെ റബ്ബാ തീരുമാനിക്കുന്നത്. വബിക നമൂത്, ജീവിതം പോലെ. ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കുന്നില്ലല്ലോ. നമ്മുടെ ഇഷ്ടം പോലെയാണോ നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം? ഒന്നുമല്ലല്ലോ. തോന്നിവാസികൾ തോന്നിവാസം ചെയ്യുമ്പോൾ അത് റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ റഹ്മാനായ റബ്ബിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുകൊണ്ട് ഒരാൾക്കൊന്ന് അല്പം ചലിക്കാൻ കഴിയുമോ? സാധിക്കില്ല. അപ്പോൾ മരണോ അങ്ങനെ തന്നെയാണ്. വബിക നമൂത് വഇലൈകൻ നുശൂർ, നിന്റെ അടുക്കലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. നുശൂർ, നമ്മൾ പ്രഭാതത്തിലല്ലേ അത് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ മഹ്ശറിലേക്ക് പോകുന്ന ആ ഒരു നുശൂർ, ആ പരന്ന റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലേക്ക് നമ്മുടെ ആ പോക്ക് അത് ഓർമ്മപ്പെടുത്തുകയാണ്. വഇലൈകൻ നുശൂർ, അത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥനയിലും അതുണ്ടല്ലോ. തീർന്നില്ല. വഇദാ അംസ, അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു. വഇദാ അംസ, നിങ്ങൾ വൈകുന്നേര സമയത്തായി കഴിഞ്ഞാൽ, നിങ്ങളിൽ ഒരാൾ വൈകുന്നേര സമയത്തായി കഴിഞ്ഞാൽ ഫൽയഖുൽ, ഇങ്ങനെ പറയട്ടെ.
ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് മനസ്സ് വെച്ചാൽ അതൊക്കെ പെട്ടെന്ന് പഠിച്ച് പറയാം. എന്താ വൈകുന്നേര സമയത്ത് പറയുമ്പോൾ അതെന്താ ശ്രദ്ധിക്കേണ്ടത്? അല്ലാഹുമ്മ ബിക അംസൈന, അതാദ്യം പറയണം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബിക അംസൈന വബിക അസ്ബഹന വബിക നഹ്യാ വബിക നമൂതു വഇലൈക്കൽ മസീർ. ആ രണ്ട് ഭാഗത്തെ വ്യത്യാസമുള്ളൂ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബിക അംസൈന, അല്ലാഹുവേ, നീ മുഖേന ഞങ്ങൾ എന്ത് ചെയ്തു, അഥവാ നിന്റെ പ്രത്യേക തൗഫീഖും സഹായവും കൊണ്ട് ഞങ്ങൾ മസായിലെത്തിയിരിക്കുന്നു, വൈകുന്നേരത്തെത്തിയിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും നിന്റെ കാവലാണ്. വബിക അസ്ബഹന, രണ്ടാമതാ പറയുന്നത്. വബിക അസ്ബഹന, നീ കാരണത്താൽ, നിന്റെ തൗഫീഖിനാൽ ഞങ്ങൾ പ്രഭാതത്തിലും എത്തുന്നു. വബിക നഹ്യാ, നേരത്തെ പറഞ്ഞതുപോലെ നീ മുഖേനയാണ്, നിന്റെ തൗഫീഖ് കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം മുഴുവനും. വബിക നമൂത്ത്, ഇനി മരിക്കുമ്പോൾ ഞങ്ങളുടെ മരണവും നീ മുഖേനയാണ്, നിന്റെ തീരുമാനപ്രകാരമാണ്, നിന്റെ വിധിപ്രകാരമാണ്. ഒക്കെ എല്ലാം അള്ളാഹുവിൽ നമ്മൾ സർവസ്വവും അവനിൽ സമർപ്പിക്കുന്ന വല്ലാത്തൊരു തവക്കുലിൻ്റെ വാചകങ്ങളും നമ്മുടെ പ്രത്യേകമായ വിശ്വാസത്തിൻ്റെ ദൃഢീകരണത്തിൻ്റെ പ്രഖ്യാപനവുമാണ് പ്രിയമുള്ളവരെ ഇത്. അവസാനം ഇതിൽ എന്തു ചേർത്തു? ഇലൈക്കൽ മസീർ, എൻ്റെ അടുക്കലേക്കാണ് വന്നു ചേരുന്നത്. എല്ലാവരും വന്നു ചേരുന്നത് റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലാണ്. അവിടെയാണ് വിചാരണ. റബ്ബിൻ്റെ അടുക്കലേക്ക് കാണാൻ വിളിക്കുന്നതല്ലല്ലോ. റബ്ബിൻ്റെ അടുക്കലേക്ക് എല്ലാവരും മഹ്ശറിലേക്ക് ചെന്ന് ചേരുന്നതെന്തിനാ? എല്ലാവരും ജനകോടികൾ മുഴുവനോടെ എത്തുന്നതെന്തിനാ? അവിടെ വിചാരണ ഉണ്ട്. ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ നമുക്കുണ്ടാകണം. അപ്പോൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ട്. പറയുമ്പോൾ അതിൻ്റെ ആ വ്യത്യാസങ്ങൾ എവിടെയാണോ വ്യത്യാസപ്പെടുത്തി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതൊന്ന് ശ്രദ്ധിച്ച് ആശയങ്ങളെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് പറയുവാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ പ്രഭാതത്തിലാകുമ്പോൾ അല്ലാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക നഹ്യാ വബിക നമൂതു വഇലൈക്കൻ നുശൂർ. വൈകുന്നേരത്തോ അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹന വബിക നഹ്യാ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, എല്ലാവരും ഇത് ശ്രദ്ധയോടുകൂടി മുടങ്ങാതെ നിർവഹിക്കുക. റഹ്മാനായ റബ്ബിനെ യഥാവിധി ഓർക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പോരായ്മകൾ പുറത്തു തരുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി